മസാലപ്പൊടിയാണ് കേട്ടോ. ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പം നമ്മളിന്ന് ഗരം മസാല ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ കൂടുതൽ വന്നത് 2 പാത്രത്തിലായിട്ട് പൊടിച്ചു. ഒന്ന് സീൽ ചെയ്ത് വെച്ചു, ഒന്നിത്. ഇത് ഗ്രാമ്പൂ, പട്ട എല്ലാം ചേർത്തതാണ്. ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിക്കാം. നല്ല ചൂട് കെട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. തീ കത്തിക്കാം. ഇത് 100 ഗ്രാം പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകമാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അത് 100 ഗ്രാം. തീ കുറച്ച് വെച്ചിരിക്കുന്നത്, വെള്ളം പറ്റിയതാണ്. നമുക്കതിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഇടുന്നത് അതിൻ്റെ നേർപകുതി സ്റ്റാർ, ഒരു 10 ഗ്രാം അല്ല, ഒരു 10, തീരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ കാണും ഗ്രാമ്പു. അത്രയും തന്നെ ഏലക്കായ, 4 കൂട്ടായ ഏലക്ക, ഗ്രാമ്പു 4. പിന്നെ നമുക്ക് ആ പെരിഞ്ജീരകത്തിൻ്റെ ഒരു 4-1 മല്ലി ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കണമെങ്കിലും ഇത് ഉപയോഗിക്കാം. പിന്നെ ഞാനൊരു ജാതിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിപത്രി നല്ല ജാതിപത്രിയൊക്കെ നമുക്ക് തരുമോ? അതൊക്കെ കൊടുത്ത് കാശ് മേടിക്കില്ല. അപ്പം ഞാൻ മോശമാണ്, അതൊന്ന് കഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അളവെടുത്തത്. നല്ല ജാതിപത്രിയാണ്, 1 ജാതിപത്രിയൊക്കെ മതി. പിന്നെ പേരിനൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ കൂടുതൽ എടുക്കുന്നത് പട്ടയാണ്. പട്ട ഒരു പകുതിയാണ് എടുക്കണേ. പക്ഷേ ഇത് പച്ചയാണ്, ഒരു ദിവസം മാത്രം ഉണങ്ങിയുള്ളൂ. അതുകൊണ്ടാണ് ഇത് അല്പം കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിന് 4 കാണുള്ളൂ കേട്ടോ. നിങ്ങളിതിൻ്റെ അളവ് കണ്ട് പേടിക്കണ്ട. ഇത് ഞാൻ മിനിങ്ങാന്ന് ചെത്തിയെടുത്ത് ഇന്നലെ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയതേ ഉള്ളൂ. പട്ടയും വറുത്ത് കഴിയുമ്പോൾ കാണാൻ മാത്രം ഒന്നും കാണിയല്ലോ കേട്ടോ, കുറഞ്ഞു പോകും. പിന്നെ പിഞ്ച് ചെറിയ അകരമായിരുന്നു. അപ്പം കറുവപ്പട്ട, ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പൂ. പിന്നെയുള്ളത് ഇത് പട്ടയുടെ 2 ഇലയാണ്, കറുവട. ഈ ഇല എന്തിനായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കണമെങ്കിലും ഇത് തന്നെ മതി. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മല്ലി ചേർക്കുന്നത്. അല്ലാതെ നമ്മൾ ഗരം മസാലയ്ക്ക് മല്ലി അത്യാവശ്യമുള്ളതല്ല. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നല്ല അരി, അതും ഇടുന്നത് വെജിറ്റബിൾ സ്റ്റൂവിന് കയറുന്ന നമ്മൾ പച്ചമുളക് കീറിയിട്ട് എടുത്താൽ മതി. ഇതൊന്ന് പൊട്ടിച്ചിടാം. ഇന്ന് ചൂടായി വരാൻ എളുപ്പത്തിന്. ഇനി ഇത് നമ്മൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇളക്കി വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ കണ്ട ഒരു 10-12 കൂട്ടം. ഇനി നമ്മളൊരു 2 ആഴ്ചക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ മാത്രം കുറച്ച് സാധനം ഉണ്ടാക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ഒരു 6 മാസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചാൽ 10-15 ദിവസം കൊണ്ട് തീരും. കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിടാം. കറിവേപ്പിലയും കുരുമുളകും കൂടെ ഇട്ട കറിവേപ്പിലയുടെ മണവും ഗുണമൊക്കെ പെട്ടെന്ന് പോകും. കുരുമുളകിൻ്റെ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് വേഗം ഉപയോഗിക്കാം. ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ ഉപയോഗിക്കാൻ, നാളെ അല്ല ഒരാഴ്ച കൊണ്ട് തീരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്ന 2 കാര്യങ്ങളാണ് കറിവേപ്പിലയും കുരുമുളകും. ഇതിപ്പോൾ ഇളക്കുന്ന മുഴുവൻ കാണിക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ കാണിക്കാം. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് വറുത്ത് മണമൊക്കെ വന്നു തുടങ്ങി. അരിയും ജീരകവും മല്ലിയൊക്കെ പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരല്പസമയം കൂടെ ഇളക്കിയാൽ മതി. നമ്മുടെ കറുവപ്പട്ടയൊക്കെ എത്ര ചെറുതായി പോയിന്ന് പച്ചയായതുകൊണ്ടാണ്. അതുകൊണ്ട് കുറച്ച് സമയം വറക്കാൻ എടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇല്ല പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാവുന്ന. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് മല്ലി, അരി, ജീരകം എല്ലാം പൊട്ടും കേട്ടോ. നമുക്ക് ഓഫാക്കിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം.
വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തിട്ട് പൊടിച്ചെടുക്കാം. ഒരല്പം പേരിന് ഒരു പൊടിക്ക് മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേണം പൊടിക്കാൻ. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറുന്നതിന് മുമ്പിലേ നമുക്ക് അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഒരു പൊടിക്ക് മഞ്ഞൾ പൊടിയുള്ളൂ കേട്ടോ, മഞ്ഞ നിറം വരാൻ മാത്രമൊന്നുമില്ല. മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. ഗരം മസാല ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഇതിനകത്തോട്ട് വാരിയിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് പൊടിച്ചെടുത്തോണ്ട് വരാം. കണ്ടോ നമ്മുടെ ഗരം മസാല, അതിൻ്റെ എന്തൊരു നല്ല മണമെന്നറിയാവോ. റൂമിൽ മുഴുവൻ, നമ്മുടെ കിച്ചൺ മുഴുവൻ നല്ല 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 നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അരിയും മല്ലിയും പട്ടയും എല്ലാം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടോ നമ്മൾ ഉണ്ടാക്കിയ മസാലയുടെ കളർ കണ്ടോ, ഗരം മസാലയുടെ കളറ്. നമ്മൾ വാങ്ങിക്കുന്ന ഗരം മസാലയുടെ കളർ ഇതാണോ? ഇതിലും പട്ട നല്ല മൂത്ത പട്ടയായിരുന്നെങ്കിൽ ഇതിൽ ഇച്ചിരി ചുമപ്പ് നിറങ്ങണ്ടേനെ. അപ്പോൾ ഇതിങ്ങനെ അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ഒരു 6 മാസം വരെ ഇരിക്കും. കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി പിന്നെ നല്ല കാറ്റ് കയറാതെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് കുപ്പിയിലാക്കാം. നമുക്ക് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ പകർത്തി വയ്ക്കാം, കളയാൻ പറ്റില്ലല്ലോ. ഇട്ടിട്ട് കാണിക്കാം. ഗരം മസാല പാത്രത്തിലാക്കി. ഈ പാത്രം നിറച്ചുണ്ട്, ഇതിനകത്ത് കുറച്ചുണ്ട്. ഇത് നമുക്ക് ആദ്യം എടുക്കാൻ വെക്കാം. ഇത് നമുക്കൊന്ന് സീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് നാളും കൂടെ നല്ല പുതുമയോടെ ഇരിക്കും. ഇത് സീൽ ചെയ്ത് അടച്ച് സൂക്ഷിക്കാം. ഇത് നമുക്കിപ്പോൾ തക്കാലത്തേന് വയ്ക്കാം. ഇത് കിടക്കുന്നത് ഇന്നത്തെ കറിക്കകത്ത് വിടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഗരം മസാല ഉണ്ടാക്കുന്നതെന്ന്? എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ബൈ.